ശൗചാലയമോ കിടക്കാൻ പായയോ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഹരിപ്പാട് പള്ളിപ്പാരാട്ടെ നാലുംകെട്ടുചിറ ദുരിതാശ്വാസ ക്യാമ്പ് 2 ദിവസം മുൻപ് തുടങ്ങിയ ക്യാമ്പിലേക്ക് ഇന്നലെയാണ് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചത്. എന്നാൽ പാകം ചെയ്യാനുള്ള വിറകുകൾ പോലും എത്തിച്ചിരുന്നില്ല. വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും ഉച്ചഭക്ഷണം പോലും ലഭിക്കാതെയാണ് ക്യാമ്പിലുള്ളവർ കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇത് നാലുകെട്ടുംകാവിലേക്ക് സമീപം NTPCയുടെ സ്ഥലത്താണ് ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. 130 കുടുംബങ്ങളിൽ നിന്നുള്ള 400-ലധികം പേരാണ് ക്യാമ്പിലുള്ളത്. ഈ ക്യാമ്പിലുള്ളവരെല്ലാം കൂടി കഴിയുന്നത് ഈ ഒറ്റ കെട്ടിടത്തിലാണ്. ഇതിൻ്റെ സൈഡ് മറ്റു മറവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇതിൽ പരാതി ഉയർന്നതോടെയാണ് ഈ ഒരു ടാർപ്പ വലിച്ചു കെട്ടിക്കൊണ്ട് തന്നെ അത്തരമൊരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളായ ശൗചാലയമില്ല. അതിലുപരി കൃത്യസമയത്ത് ഇന്ന് ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടും ഇവർക്കുള്ള ഉച്ചഭക്ഷണം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കിടക്കാൻ പായോ മറ്റ് ഒരു സംവിധാനവുമില്ല. എന്തൊക്കെയാണ് ഇവരുടെ പ്രയാസങ്ങൾ എന്നത് ഈ ക്യാമ്പിലുള്ളവരോട് തന്നെ ചോദിക്കുക. ഇപ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്? ഇപ്പം പ്രയാസം നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശൗചാലയമില്ല. പിന്നെ ഞങ്ങൾ പോകണമെങ്കിൽ തന്നെ നീന്തി ഈ വെള്ളത്തിൽ തന്നെ പോയി അങ്ങോട്ട് പോയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. അത് ഇല്ലാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഒരു 5 കിലോമീറ്റർ അകലെ നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളെന്ന് പറഞ്ഞ ഒരിടത്ത് ക്യാമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചെല്ലണമെന്നാണ് അധികാരികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് പട്ടിണി പാവങ്ങളാണ് കഴിയുന്നത്. അതായത് പുഞ്ചകൃഷി ചെയ്തും അല്ലാതെ സ്വന്തമായിട്ട് കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണുള്ളത്. പിന്നെ തൊഴിലുറപ്പിനും ഒക്കെ പോയി കഴിയുന്നവരാണുള്ളത്. അവർ ഇടയ്ക്ക് വീട്ടിൽ പോയി കാര്യങ്ങൾ നോക്കാനും ജലനിരപ്പ് കൂടുവാണെങ്കിൽ അത് മാറ്റി വെക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, അതാണ് ഞങ്ങൾക്ക് കാര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറഞ്ഞതൊരു 5-8 വള്ളം തന്നെയുണ്ട്. ആ വള്ളത്തിൽ പോയി ഞങ്ങളുടെ സാധനങ്ങൾ അത് നശിച്ചു പോകാതിരിക്കത്തക്ക രീതിയിൽ പൊക്കി വെക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 4-5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ക്യാമ്പിന് പോകാത്തത്. അതിനാൽ ഞങ്ങൾക്കിപ്പം അധികാരികൾ പറയുന്ന ശൗചാലയം ഏർപ്പെടുത്താനുള്ള സംവിധാനമില്ല, നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് വിളിച്ചിരിക്കുകയാണ്. അത് ഈ സാധനങ്ങൾ നശിച്ചു പോകുന്ന കാരണത്താലാണ് ഞങ്ങൾ ഇതുവരെ പോകാത്തത്. ഇവിടെ ക്യാമ്പ് അനുവദിച്ചില്ലേ? അപ്പം പിന്നെ അവിടെ അല്ലേ സൗകര്യം ഒരുക്കേണ്ടത്? ഇല്ല, ക്യാമ്പ് അനുവദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇവിടെ തന്നെ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് ഞങ്ങളിവിടെ കൂടുവാന്ന് ഞങ്ങളെടുത്ത തീരുമാനപ്രകാരമാണ് ഇവിടെ ക്യാമ്പ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിടക്കാനൊക്കെയുള്ള സംവിധാനം ഉണ്ടോ? പായും മറ്റു സൗകര്യങ്ങളൊക്കെ? പായും ഒന്നുമില്ല ഞങ്ങൾക്ക്. പായില്ല, പുതപ്പില്ല, യാതൊരു വകയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവസ്ഥ എന്താ? അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിശന്നിരിക്കുക. ഇത് വീട്ടിലെ അവസ്ഥ എന്താ? നിറച്ച് വെള്ളം കയറിയേക്കുവാണോ? വീട്ടിൽ വെള്ളം കയറി, സാധനങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണോ? പെരക്കകത്ത് മൊത്തം കയറിയിരിക്കുക വെള്ളം. എന്നാ മോനെ ഇവിടെ വന്നേ ക്യാമ്പിൽ? മെനഞ്ഞാന്നായിരുന്നു. വിശക്കുന്നുണ്ടോ ഇപ്പോൾ? ഇച്ചിരി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. അതിൽ ഏറ്റവും പ്രധാനം ശൗചാലയം ഇല്ലാത്തത് തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യം അത് നിൽക്കുമ്പോൾ അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാവണമെന്ന ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ എത്രത്തോളം ഒരു പ്രതിഷേധാർഹമാണ് ഇവിടുത്തെ അവസ്ഥ? ഇത് തികച്ചും പ്രതിഷേധാർഹമായ സംഭവം തന്നെയാണ്. ഇവിടുത്തെ അധികാരികൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇതിവിടെ നമുക്ക് ബോധ്യമാകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, കർഷക തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടുത്തെ സർക്കാർ ഇല്ല എന്നുള്ളതിൻ്റെ നേർരേഖയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് BJP പ്രതിഷേധിക്കും. BJPയുടെ പ്രവർത്തകർ ഇവർക്ക് വേണ്ട സഹായങ്ങളുമായിട്ട് ഈ ക്യാമ്പിലുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ്. എന്തു തന്നെയായാലും ക്യാമ്പ് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ആ രീതിയിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് 130 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു അംഗീകൃത ക്യാമ്പായി തന്നെയാണ് വില്ലേജിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.